സതീശന്റെ കോൺഗ്രസിന് ഇത്തവണ ഞങ്ങളുടെ വോട്ടില്ല. i2i ന്യൂസ് റിയാക്ട് 4i ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 217ാം ദിനമായ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടും രാഹുലിനെ തിരികെ എടുക്കുകയോ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതിരിക്കുക, കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ ഒതുക്കി ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, പാലക്കാടും പെരുമ്പാവൂരും നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിൽ പരമാവധി താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും ആയിരക്കണക്കിന് കോടികൾ അച്ചാരം വാങ്ങി, അതേസമയം പിണറായി വിജയന് മൂന്നാം തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ആയിരങ്ങൾ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ഈ വി.ഡി. സതീശനും സംഘത്തിനും ഇത്തവണ ഞങ്ങളുടെ വോട്ടില്ല എന്ന് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരും തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഈ മിഷൻ 250യുടെ 217ാം ദിനമായി ഇന്ന് അവർ ആ പ്രതിജ്ഞ എടുക്കുന്നു. ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ പരമാവധി ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന സകല ആളുകളോടും ഞങ്ങൾ പറയും, ഇത്തവണ ഈ സതീശന്റെ കോൺഗ്രസിന് ഞങ്ങളുടെ വോട്ടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി i2i ന്യൂസ് റിയാക്ട് 4i ലഭിച്ച പ്രതികരണങ്ങൾ കേട്ടാലും. സാറേ, ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി സാറേ. എന്താ ചെയ്യുക? അവനെ ആ ചെറുക്കന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറും നഷ്ടപ്പെട്ടു പോയില്ലേ? അവന് പേടിയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവനെ ഉന്തി മരം കയറ്റാൻ പറ്റും? നമ്മൾ ഇത്രയും ചെയ്തില്ല, ഇത്രയും മാസം കടന്നു ചെയ്തില്ല. അതെ, നമ്മളെല്ലാവരും സാറൊക്കെ എന്നും വേണ്ടി അതിനും വേണ്ടി പറഞ്ഞാ സാറേ, അതിനപ്പുറം എന്താണെന്നോ, നമ്മുടെ UDF കേരളം ഭരിക്കും, രണ്ടാമതിന് നമുക്ക് കിട്ടും, അത് വേറൊരു കാര്യം. പക്ഷെ പാലക്കാട് എഴുതി വെച്ച് തരാം സാറേ, ഇത് പോകും, പാലക്കാട് പോകും. എന്താന്ന് ചോദിച്ചാല് ശോഭാ സുരേന്ദ്രനെ പോലൊരു സ്ത്രീ അവിടെ വന്നേക്കുന്നു. പാലക്കാട്, ഞാൻ ഒരു പാലക്കാടുകാരിയാണ്. പാലക്കാടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാന് പിഷാരടിയെ പോലെയുള്ള പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് പറ്റത്തില്ല. അതിന് രാഹുലിനെ പോലുള്ള പുലിക്കുട്ടി തന്നെ വേണം. പിഷാരടി നല്ലതാണ്, പക്ഷെങ്കില് പിഷാരടിയുടെ കയ്യിൽ അതിനുള്ള ബലമില്ല പാലക്കാടിനെ സംരക്ഷിക്കാൻ, പാലക്കാടിലെ ജനങ്ങളുടെ വികാരങ്ങളെ കൊള്ളാൻ. കാരണം രാഹുലിനൊപ്പമായിട്ട് ആരും പറ്റത്തില്ല സാറേ. അത് രാഹുലിനൊപ്പം രാഹുൽ മാത്രമേ ഉള്ളൂ. രാഹുൽ ആ വിധത്തിലാണ് ഞങ്ങളൊക്കെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നത്, രാഹുലിന്റെ പ്രവൃത്തികളെ. അപ്പൊ അവൻ തുടങ്ങി വെച്ച പദ്ധതിയൊക്കെ ഒരു പക്ഷെങ്കിൽ പിഷാരടി ചെയ്തെന്നിരിക്കാം, പക്ഷെ അതിന് പിഷാരടിക്ക് കിട്ടണ്ടേ? അല്ലാതെ ചിന്തിച്ചാലും മനസ്സുകൊണ്ട് ചിന്തിച്ചാലും ഞാനിപ്പോ അവിടെ ശോഭാ സുരേന്ദ്രൻ, ഞാൻ ഇത്രയും കോൺഗ്രസ് അനുഭാവിയായ ഞാൻ ശോഭാ സുരേന്ദ്രനെ അവിടുത്തെ MLA ആയി കണ്ടു കഴിഞ്ഞു മനസ്സുകൊണ്ട്. കാരണം അത്രമാത്രം എൻ്റെ മനസ്സിലത് നിരാശ വന്നു വിട്ടു. രാഹുലിന് വേണ്ടി ഇത്രയെല്ലാം നിങ്ങളെല്ലാം ചെയ്തു, നമ്മളെല്ലാം സംസാരിച്ചു, ജനഹൃദയങ്ങളെ അറിയിച്ചു കൊടുത്തു. സാർ ഇതെല്ലാം ചെയ്തിട്ടും പാർട്ടിക്ക് അവനെ വേണ്ടെങ്കിൽ അവന് സ്വതന്ത്രനായിട്ട് പാലക്കാട് നിന്ന അവൻ പുഷ്പം പോലെ അവൻ ജയിക്കില്ലായിരുന്നു സാറേ. ഇത്രയും പാർട്ടിക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കോൺഗ്രസിൽ ഇപ്പൊ ഉണ്ടോ പറയാൻ? ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്ന് ചീമോട്ട ഏറിയെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് CPM പ്രവർത്തകരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിച്ചു, അവനെ കരിങ്കൊടി കാണിച്ചു, അവനെ എന്തെല്ലാം ചെയ്തു, എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു ഈ ഇലക്ഷൻ വരെ. ഇതെല്ലാം ഈ ചെറുക്ക സഹിച്ച് എത്ര തല്ലു കൊണ്ടേക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ പോലീസുകാരുമായിട്ടുള്ള പ്രശ്നത്തിന് അവന്റെ പുറവടിച്ചു പൊളിച്ചു. അവൻ കൊണ്ടിട്ടുള്ള ഓരോ അടിയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ലേ. ഈ വി.ഡി. സതീശന് ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ? അതൊന്ന് ചിന്തിച്ചുകൂടെ? ഇവർക്ക് സഹിക്കുന്ന ഭയങ്കര ഒരു പൊളിറ്റിക്കലൊന്നും ഇങ്ങനെ വന്ന് ഞങ്ങളാരും ഇമോഷണലായിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു വിഷമം മനസ്സിലാകുന്നത്. പിന്നെ ഇന്നലെ ഒരു താത്ത ഇരുന്ന് പറയുന്നു, മോദി വന്നാ മതി, ഞങ്ങൾക്ക് മോദിയെ മതിയെന്ന് മലപ്പുറംകാരി ഒരു താത്ത പറയുന്നു. ഞങ്ങളൊക്കെ UP ജീവിക്കുന്നവരാ. ഇവളമാരെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ ജീവിക്കാൻ ഒരു സാഹചര്യമാണ്. അന്നേരം മനസ്സിലാകും യോഗിയും മോദിയൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന്. ഞാൻ സുരേഷാണ്, കോന്നിമണ്ഡലത്തിൽ നിന്ന്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പിന്നെ ചരിത്രം അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തോന്നു ഈ സതീശന്റെ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയുണ്ട് സാധ്യത? സതീശനെ നമ്മൾ പറയണ്ട. ഈ രണ്ട് മുന്നണികളും എന്ന് പറഞ്ഞാൽ 40 വർഷമായിട്ട് മലയാളികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇടതുപക്ഷമില്ല വലതുപക്ഷമില്ല, അങ്ങനെ രണ്ട് മുന്നണിയും കേരളത്തിലില്ലല്ലോ. ഒന്ന് പറയാമോ? വലതുപക്ഷ മുന്നണിയിൽ എങ്ങനെയാ RSP വരുന്നത്? ഇടതുപക്ഷ മുന്നണിയിൽ എങ്ങനെയാ കേരള കോൺഗ്രസ് വരുന്നത്? ലീഗിന്റെ കഷ്ടം വരുന്നത്?
അപ്പൊ ഇതൊരുമാതിരി ഈ മോഷ്ടിക്കാനുള്ള രണ്ട് മുന്നണികളാണ്. മലയാളി പൊട്ടന്മാർ ഈ മതത്തിന്റെ പുറകെ ജാതിയുടെ പുറകെ നടക്കുന്നവന്മാരായതുകൊണ്ട് കളിപ്പിക്കില്ല. 40 വർഷമായിട്ടുണ്ട് ഈ കളിപ്പിൽ തുടങ്ങിയിട്ട്. ഒന്നുമില്ലാത്ത തെണ്ടികളൊക്കെ കോടീശ്വരന്മാരായില്ലേ? ആയില്ല, പിന്നെ ഇതൊക്കെ സത്യമായ കാര്യം. പക്ഷെ നമ്മൾ ആരോട് പറയാനാ? ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരണമെന്ന് ഒരു താമസിച്ചു. അത് പണ്ടും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം അത് 5 വർഷം മുമ്പുള്ളത് എടുത്താൽ അറിയാം, 10 വർഷം മുമ്പുള്ളത് എടുത്താൽ അറിയാം. ഇങ്ങനെ അടിയാം. ഇനിയിപ്പോ ഇവര് ജയിച്ചെന്ന് വെച്ചു, ജയിച്ചു കഴിയുമ്പോൾ അതിനേക്കാളും അടിയാം. മുണ്ട് പറിച്ചടിച്ചതൊക്കെ സുനിൽ സാറ് ഓർക്കുന്നില്ലേ? ഉണ്ണിത്താനും മുരളിയൊക്കെ. അങ്ങനെ അത് അവരുടെ ഒരു ചരിത്രമാണ്. അങ്ങനെ അതങ്ങ് തുടരുക. അങ്ങനെ അതിന്റെ ഒരു രീതി. പിന്നെ ഈ മറ്റിടത്ത് എന്ന് പറഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷത്തിന് ഏകാധിപത്യമല്ലേ? ഏകാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അത് ഇങ്ങനെ അയാളുള്ളിടത്തോളം കാലം അങ്ങനെ പോകും. പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ UDF അധികാരത്തിൽ വരാവുന്ന ഒരു നല്ലൊരു സാഹചര്യം നിലവിലുണ്ട്. ഇവന്മാര് എല്ലാം കളയുമല്ലോ. അവന്മാർ കളയില്ല. കാരണം ജനങ്ങൾ ഒരു 75% ജനങ്ങളും എതിരായിട്ട് നിൽക്കുക ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തോട്. അതുകൊണ്ട് എങ്ങനെയാണല്ലോ അവർ തന്നെ ജയിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കാം, ഞാൻ കോന്നി മണ്ഡലത്തിൽ ഈ ജനീഷ് കുമാറിനെ നേരിടണമെങ്കിൽ അടൂർ പ്രാവശ്യം വന്നാലേ ജയിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അത് അല്ല, സതീഷ് കൊച്ചുപറമ്പ് ഇന്നാളൊന്നും ജയിക്കത്തില്ല. സതീഷിന് ആണ് ഇപ്പൊ സീറ്റ് കൊടുക്കാൻ ഇവന്മാർ ധാരണയായിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ ജനീഷിന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടു സാധ്യതയുണ്ടായിരുന്നു. ഇപ്പൊ പാലക്കാട് തന്നെ കണ്ടോ? പാലക്കാട് രാഹുൽ ആയിരുന്നെങ്കിൽ ഉറപ്പിക്കാവുന്ന സീറ്റ് ഇപ്പൊ കണ്ടോ ഒരു കോമാളിയെ കൊണ്ടിറക്കി. അല്ല, അതിപ്പോൾ ഇന്നലെ ഇവർ സത്യസന്ധന്മാരാകുന്നതാ, ഞങ്ങൾ വളരെ ഡീസൻ്റാ എന്നാകുന്നതാ ജനങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. രാഹുലിന്റെ പുറകെ അവൻ്റെ നല്ല പ്രായത്തിൽ അവർ തെറ്റുപറ്റി. ഈ പെണ്ണുങ്ങളൊക്കെ തന്നെ അന്ന് പരാതി കൊടുക്കാതെ അതൊന്ന് ഈ പെണ്ണിനെ പീഡിപ്പിക്കുക 2 വർഷം കഴിഞ്ഞാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അതിനകത്തൊരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുമാത്രം പേര് പെണ്ണുപിടിയന്മാരുണ്ട്. അവരെല്ലാം തൊഴിട്ടുമല്ലേ? നമുക്കറിയാം. ഇവന്മാര് ഈ മുകേഷിന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഗണേശനെ ചോദിക്കും. അവരുടെ മുന്നണി നിൽക്കുന്നവരാകുമ്പോൾ അതിന് കുഴപ്പമില്ല. ഇപ്പുറത്തേത് അവൻ സത്യസന്ധത കളിക്കുന്ന വെറുതെ. അങ്ങനെ വരുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ ഇത് പോയി എന്ന് പറഞ്ഞിട്ടാൽ മതിയല്ലോ. അതേ ഉള്ളൂ കോൺഗ്രസിന്റെ. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ഒരു 90% സാധ്യത അവർക്ക് തന്നെയാണ്, ഈ ആ മുന്നണിക്കാം. മറ്റവന്റെ രാഷ്ട്രീയം കാരണം കേട്ടോ. രാഷ്ട്രീയം മുടിപ്പിച്ചിട്ടിരിക്കുകയല്ലേ മൊത്തം. പിന്നെ നമ്മൾ ഏകാധിപതികളെ മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല. എളിമയില്ലാത്തവരെ നമ്മൾ അംഗീകരിക്കുകയാണ്. പിന്നെ നിവൃത്തിയില്ലാണ്ടല്ലോ. ഇതിപ്പോ 21 VS അച്യുതാനന്ദ അല്ല ഇവരെ അധികാരത്തിൽ കയറ്റുന്നത്. പിന്നീട് അന്നത്തെ ആ മന്ത്രിസഭയിൽ ഇരുന്ന കഴിവുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ 2 ദുരന്തങ്ങൾ വന്നു. ആ ദുരന്തത്തെ ആ മന്ത്രിമാർ നല്ല രീതി കൈകാര്യം ചെയ്തപ്പോൾ നല്ല ജനപിന്തുണ കിട്ടി. അങ്ങനെയാണല്ലോ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇത് ജയിക്കുന്നത്. അപ്പൊ ഈ വിജയൻ ഓർത്തിരിക്കുന്നത് എന്റെ കഴിവുകൊണ്ടാ കണ്ടോന്നാ. ഇതാണ് അതിനകത്ത് സംഭവിച്ചത്. അപ്പൊ ഇപ്രാവശ്യം പരാജയപ്പെട്ടു, ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഇപ്പുറത്ത് വേണം. അപ്പൊ ഇവരോർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ കഴിവാണെന്നാ. ഈ ഇപ്പൊ സതീഷിന്റെ പോക്കും ഇവരൊക്കെ കണ്ട നമ്മളോർക്ക് ഇവരുടെ കഴിവാണെന്നാണ്. മറ്റവന്റെ കഴിവ് കേടുകൊണ്ടാ മറ്റവന്മാരുടെ. അല്ലാതെ ഇവന്മാർക്ക് തന്നെ കഴിവിരിക്കുന്നത്. അവന്മാരുടെ കഴിവ് കേട് കൊണ്ട് ജനം വേറെ മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ചെയ്യുന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അതാ കേരളത്തിലെ രാഷ്ട്രീയം. അത് തന്നെ രാഷ്ട്രീയം ഇരിക്കുന്നു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുംഭം ജയരാജൻ പറഞ്ഞ 5.5 ലക്ഷം പേര് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? 5.5 ലക്ഷം പേര് ഇനി ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പൊ അത്രയുള്ള ഇവന്മാരെയൊക്കെ മെമ്പർഷിപ്പ് കോൺഗ്രസിന് വരുമ്പോൾ അവർ 3 പിടിച്ചു. ഇതൊക്കെയുള്ള ഇവന്മാരുടെ ഇവിടുത്തെ ജനങ്ങളെ, ബാക്കിയെല്ലാം നിഷ്പക്ഷമായിട്ടുള്ള ജനങ്ങളല്ലേ. ആ ജനങ്ങളെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് പിന്നെ ഈ പറയുന്ന ഈ കുറച്ച് ആൾക്കാരെ സിംഗിളി വെച്ചിട്ട് ഖജനാവിലെ കാശ് ഇങ്ങോട്ട് സുഖിച്ച് അടിച്ച് ജീവിക്കുക. അത് 2 മുന്നണികൾ ഒരുപോലെ പറ്റില്ല. നമ്മൾ അതിനെ അവരെ കുറ്റം പറയുമൊന്നുമില്ല. മറ്റവർക്ക് അധികാരം കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ സുധാകരനൊക്കെ ഒരു സീറ്റ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇപ്പം KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സുധാകരനോട് എന്താ പറഞ്ഞിരുന്നതെന്ന് അറിയത്തില്ലല്ലോ. സുധാകരൻ മാറിയല്ലോ സന്നിവാസത്തിനാക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ തന്നെയല്ല VD സതീശൻ സുധാകരന് ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല. അത് നേരത്തെ തൊട്ട് നമുക്കറിയാലോ. ഒരു പത്രസമ്മേളനത്തിൽ ഈ മൈലിനോടെ പോയി കിടക്കാമെന്ന് സുധാകരൻ ചോദിച്ചത് മൈക്കിൽ നമ്മൾ കേട്ടതല്ലേ. അപ്പൊ VD സതീശന് സുധാകരനെ കാണരുത്. പിന്നെ നിഷ്പക്ഷമായിട്ട് പറയാൻ വേറെ സത്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ 80 ലക്ഷം പേരുണ്ട് ഈഴവര്. 40 ലക്ഷം പേരെ നായന്മാരുള്ളൂ. 60 ലക്ഷം ഉണ്ട് ക്രിസ്ത്യാനി. ഈ 40 ലക്ഷമുള്ള നായന്മാരിൽ 25 ലക്ഷം പേര് എന്റെ അറിവ് BJPക്കാരാ മൊത്തത്തിൽ വരുമ്പോ. പൊൻകുന്നത്തുനിന്ന് സഫിയാണ് വിളിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ എല്ലാരും കൂടെ കയറ്റിവിടാൻ ഇവന്മാർക്ക് വേട്ടയിടാൻ കൊടുക്കരുത്. രാഹുൽ മാങ്കൂട്ടം വന്നാലേ നമ്മുടെ ഇന്ത്യ ശരിയാകത്തുള്ളൂ. രാഹുലോട് വിചാരിക്കണ്ടേ? രാഹുൽ വിചാരിക്കണം. പിന്നെ രാഹുൽ വിചാരിക്കണം. രാഹുലിനെ നിങ്ങളെല്ലാം കൂടെ കയറ്റി വിടണമെന്ന്. ഈ മുതുക്കനെയും ചതുക്കനെയും ഒക്കെ വെച്ചിട്ട് കാര്യമുണ്ടോ? പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഈ അധികാരമോഹികളെല്ലാം പിടിച്ചിറക്ക. ഈ കസേരയ്ക്ക് വേണ്ടിയല്ലേ പിടിച്ചിറക്കാനുള്ള അവസരം വരുന്നത്.
പിടിച്ചിറക്കണം, ഇവന്മാരെല്ലാം പിടിച്ചിറക്കണം സാറേ. ഇവന്മാരെല്ലാം പിടിച്ചിറക്കിയെങ്കിലേ ശരിയാകത്തുള്ളൂ. ഒരു പെണ്ണുങ്ങൾക്ക് ഒരു പരാതി പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെ പോലീസ് അടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്ന ഇവന്മാരൊരു കാരണമല്ലേ ഈ ഏപ്രിൽ 9 അതിനുള്ള അവസരമാണ്. എല്ലാവരെയും അങ്ങനെയുള്ളവർക്കെതിരെ വോട്ട് ചെയ്യാനുള്ള അവസരം ഏപ്രിൽ 9 പോയി വോട്ട് ചെയ്യുക. ഞാൻ ഒന്നാം തരം കോൺഗ്രസ്സുകാരിയാ, അറിയാമോ? ഞാൻ പത്തനംതിട്ടക്കാരിയാ, അറിയാമോ? ഈ പട്ടികളെല്ലാം ഇറക്കി വിട്ടേച്ച് എന്താന്ന് വെച്ചാ ചെയ്യുന്ന ആ രാഹുലിനെ പൊക്കി വിടാൻ നോക്ക് സാറേ. നിങ്ങൾക്കൊരു 100 ആയിട്ടാണ് ഏതായാലും സുഖമായിട്ട് സീറ്റ് കിട്ടിയല്ലോ. എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ. ഇനി ചെയ്യേണ്ടത് മാങ്കൂട്ടത്തിലും കൂടി എങ്ങനെയെങ്കിലും അവൻ ഈ കോമാളിത്തരമൊക്കെ കാണിച്ചു പാലക്കാട് അവൻ ജയിക്കുമോ? 3 അവൻ ജയിക്കുമോ? അവനെ അവിടെ ടീക്കട്ടവനെ പലതാണ്. അത് ഈ ഒന്നത്തിന് ഈ VD സതീശനും തോപ്പിക്കണം. എനിക്ക് ചെയ്യാനുള്ളത് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടോ ഈ VD സതീശൻ. ഞാനിപ്പോൾ എല്ലാത്തൊന്നും താമസിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് VD സതീശൻ്റെ നാട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കണം അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇന്നിപ്പോ ഒരുത്തനും സംസാരിച്ചു അവനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത്ര 25 വർഷത്തോട് ഒരു കോപ്പും പിടിച്ചത് അവൻ നേരിട്ട് പറയുന്നത്. അവൻ പറയുന്നതാണ് ഒരു കോപ്പും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നാടിനെയും കൂടി നമുക്ക് തോപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് നിൽക്കാൻ ഒരു കഷണ്ടി നിയാസ് ഇതിലുണ്ട്. ഈ VD സതീശൻ്റെ ഒടിയതായിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിവുണ്ട്, അവനെയും തോപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ PG തോമസിന്റെ ഭാര്യ, അതുപോലെ തന്നെ നമ്മുടെ 3-4 പേരുണ്ട്. ഇവരെയൊക്കെ തോപ്പിച്ച് കളണം. ഒരു 5-8 ഉണ്ട്. ഈ അതുങ്ങൾ നശിച്ചാലേ കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ സുധാകരൻ വന്നതുകൊണ്ട് സുധാകരനെ മുഖ്യമന്ത്രി ആക്കണം. നമുക്ക് സുധാകരൻ നേരെ നിന്നായില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര നാൾ ഉശിരുള്ള ആള് വേറെ ഏതുണ്ട്? അവനെ KPCC പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസിൽ ഇത്ര ദുഷ്ടതരമായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന് എനിക്ക് കാര്യം കോൺഗ്രസിന് ഇഷ്ടമാണെങ്കിലും, പക്ഷെ ഈ ചെയ്യുന്ന പോക്കൃത്തിന് ഇവരൊക്കെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഞാനൊക്കെ ശരിക്കും പറഞ്ഞെങ്കിൽ മുസ്തഫക്കൊക്കെ മുസ്തഫക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കടന്ന് ഓടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓടാൻ നമുക്ക് നാണമില്ല. പക്ഷെ എനിക്ക് സുധാകരൻ ഇഷ്ടമാണ്. അതുപോലെ ഷാഫി പറമ്പലി, അതുപോലെ മാങ്കൂട്ടം, ഇതൊക്കെ എന്നാൽ അന്തസ്സുകളാണ്. ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ പാലക്കാട് പുള്ളിനെ എടുത്തിട്ടേക്കല്ലേ മറ്റേ പിഷാരന. ഇനി അത് മാറ്റിയിട്ട് രാഹുലിനെ കയറ്റും. അല്ലെങ്കിൽ രാഹുലിനെ കൊണ്ട് സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കാൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അയാള് മത്സരിക്കണ്ടേ? ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഉന്തി മരം കയറ്റാൻ പറ്റുമോ? എന്ത് ചെയ്യൂലേ നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മളെ എന്ത് വേണമെങ്കിൽ ഒരു 10, 100, 150 പേരെ കൊണ്ട് പോയി അവിടെ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ വയ്ക്കാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യും? ഇപ്പൊ ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്ന് ഈ സുധാകരന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയില്ല. എല്ലാ പള്ളിയിലും അന്തരിച്ചനാളും ഗീവർച്ചനാളും വല്ലാത്തമേ സെബസ്ത്യാനോസ് പരിശുദ്ധാത്മാവേ എല്ലാവരെയും കൈ പിടിച്ചേക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കൊന്തയൊന്നും അങ്ങനെ ചെല്ലാത്താണ്. പക്ഷെ കൊന്ത വരെ ഞാൻ ചെല്ലിയ സുധാകരന് വേണ്ടിയിട്ട്. ഞാൻ കണ്ടിട്ടില്ലിട്ട് ഇതുവരെയായിട്ട് സുധാകരനാ നമുക്കല്ല TV കാണുന്നതും അത് കാണുന്നതും നഷ്ടമുള്ള ഒരു സ്ഥലമാണ് കോൺഗ്രസിൽ. ഇതുപോലെ ഒരു സ്ഥലം കണ്ടേക്കണം. ഞാൻ മുസ്തഫനെ മുസ്തഫനെ കണ്ടേക്കണത് ആളൊരു സ്ഥലം കണ്ടേക്കണത്. ഇത് ഭക്ഷ്യമന്ത്രി ഇരുന്നപ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി മാങ്കൂട്ടലും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് അത്രമാത്രം പറയാനുള്ളത്. എന്റെ പേര് രാജൻ പാട്ടത്തിൽ, പത്തനംതിട്ട ജില്ലയിൽ. നമ്മളെ മാങ്കൂട്ടത്തിന് സീറ്റ് ഇല്ലല്ലേ? എല്ലാവരും കൊടുക്കത്തില്ല എന്നുള്ള നിലപാട് ആദ്യമേ തന്നെ അവന്മാരെ എടുത്തതല്ലേ? അത് ഇപ്പം സാറ് ഇന്ന് കുറിച്ചിട്ടോ. ഇത് പത്തനംതിട്ട ജില്ല കോട്ടാങ്ങ പഞ്ചായത്താണ്, റാന്നി താലൂക്കാണ്. സാറിന്ന് കുറിച്ചിട്ടോ പിന്നെ VD സതീശൻ മിക്കാറും വനവാസത്തിക്ക് പോകാൻ തയ്യാറായിക്കോളാൻ പറയാം. അതിനുള്ള ഇതുണ്ട്. ജനങ്ങള് അത് അറിഞ്ഞ് ചെയ്യുക. അറിഞ്ഞല്ലോ സാറേ. ഇവിടെ ഒന്നും അത് തന്നെയല്ല. ഇവിടെ രമേശ്, VD സതീശന്, പിന്നെ നമ്മളെ ഉണ്ണിത്താന്, പിന്നെ സാറ് പറഞ്ഞ പോലെ കിങ്ങിണിക്കുട്ടന്, പിന്നെ നമ്മുടെ ഡൽഹിയിൽ ഒരു പുള്ളിക്കാരൻ പോയിട്ടുണ്ടല്ലോ ആയപ്പുഴയിൽ ജയിച്ചേ. ഇവരെല്ലാം കൂടി ഇവിടെ ഭയങ്കര കളി കളിക്കുന്ന BJP കയറ്റാനാണ് ഇവിടെ നോക്കുന്നത്. അതിന് സപ്പോർട്ട് പിണറായി വിജയനും ഉണ്ട്. പിന്നെ ഇവിടുത്തെ പട്ടികജാതിക്കാരെ ദളിതന്റെ ഒന്ന് വോട്ട് വേണമെന്നാ രമേശും VD സതീശനെല്ലാം ഇവിടുത്തെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ദളിതന്റെ വോട്ടൊന്നും അവർക്ക് വേണ്ടെന്നാ പറഞ്ഞു. മുസ്ലിം ലീഗ് കയ്യിലുള്ളപ്പോ പിന്നെ ആരെയും ഞങ്ങൾ പേടിക്കത്തില്ലെന്നാ അവര് പറയുന്നത്. അവര് ഓർക്കുന്നത് പിണറായിയുടെ ഈ ഭരണം കൊണ്ട് പിന്നെ ജനങ്ങൾ അങ്ങ് വോട്ട് ചെയ്യും എന്നുള്ളൊരു അഹംഭാവമുണ്ട്. അത് തന്നെയല്ല സാറേ ഈ VD സതീശൻ നേരത്തെ എല്ലാം ഒരേ സ്ഥാപനത്തിൽ പോയി പള്ളിയിലാണെങ്കിലും ഭയങ്കര പ്രസംഗിച്ച് പിന്നെ ബൈബിള് കാര്യങ്ങളെല്ലാം ഇതെല്ലാം പുള്ളിക്കാരൻ അന്ത്യസമയമാകുമ്പം ദൈവത്തിന്റെ വചനം പറഞ്ഞ അനേകം കള്ളന്മാരിറങ്ങുമെന്ന് ബൈബിളിലുണ്ട്.
അതിലൊരു ഒരുത്തനാണ് ഈ വി ഡി സതീശൻ. അത് മിടുക്കന്മാരായിട്ടുള്ള PR ഏജൻസിയിലുള്ള അച്ചായന്മാർ എഴുതി കൊടുക്കുന്ന പ്രസംഗമായിട്ടാണ് ഇവൻ പോയി ഈ കള്ളൻ പോകുന്നതെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അതാ പറഞ്ഞ സാറേ, പിന്നെ അതാ പറഞ്ഞ അന്ത്യസമയമാകുമ്പോ അനേകം കള്ളന്മാർ ഇറങ്ങും, എന്റെ നാമം പറഞ്ഞ് ഒത്തിരി പേര് ഇറങ്ങും. അതിലൊരു കള്ളനാണ് ഈ വി ഡി സതീശൻ. സാറിപ്പം കണ്ടോണം, ഇവർക്ക് 41 42 സീറ്റോ കഴിഞ്ഞ തവണ ഉണ്ട്. ഒരു 10 സീറ്റും കൂടെ മിക്കവാറും കിട്ടും. എന്നാ വെച്ചാൽ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് കുറച്ച് പേര് നമ്മളെ ഈ കൊട്ടാരക്കരയിലെ അവശ്യാപോറ്റിയെല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ പോലെ ഉള്ള ഒരു നല്ല മനുഷ്യർ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഒരു 10 സീറ്റും കൂടെ കിട്ടും ഇവർക്ക്. എന്നാലും ഭരണം കിട്ടത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ നമ്മളെ എല്ലാം മനസ്സ് തകർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേന് ഈ തവണ വോട്ട് ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കുക. അല്ല, ഇത്തവണ നമ്മുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലുമുള്ള മിനിമം ഒരു 4000 കോൺഗ്രസ്സുകാര് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക. ഇവന്മാരുടെ അഹങ്കാരവും ധാർഷ്ട്യവും പൊളിയണമെങ്കിൽ ഏക മാർഗം എന്ന് പറയുന്നത് സാധാരണക്കാര് ചെയ്യാൻ പറ്റാവുന്ന അതേ ഉള്ളൂ സാർ, നോട്ടയ്ക്ക് ഇടുക. ഇവന്റെ സിൽബന്ദികളെ കണ്ടോ, മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ ഒന്നും മത്സരിപ്പിക്കാതെ ഇവന്മാരുടെ സിൽബന്ദികളെയും പെട്ടി താങ്ങികളെയും ബിനാമികളെയും മത്സരിപ്പിച്ച് ക്യാബിനറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അത് പിണറായി വിജയനേക്കാളും നാറിയായിരിക്കും ഇവൻ. അയ്യോ സാറേ, ഈ ഒരു കണക്ക് നോക്കിയാൽ പിണറായിയെക്കാട്ടിലും വെറും പന്നനാറ്റേ ഈ വി ഡി സതീശൻ വരത്തുള്ളൂ. വെറും പന്നനാറ്റേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളിക്കാന്റെ ആ മുഖം കാണുമ്പോഴേ അറിയാം. നേരത്തെ ഞങ്ങള് അതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യും ഞങ്ങള് ടീം UDF ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിയാ സാറേ? അടിയോടടിയാണെന്നു ഭയങ്കര ഇപ്പം കണ്ടോളൂ. ഇപ്പൊ ഇന്നും കൂടെ 40 സീറ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ സാറേ, കേരളത്തിലെല്ലാം അവിടെ ഇവിടെ എല്ലാം പൊട്ടിത്തെറി ഉണ്ടാവും. അതിന്റെ ആരംഭമായി. എന്നാ ചെയ്യാൻ ഇതുപോലെ വേറെ ഒന്നും ചെയ്യാനില്ല. കൃത്യമായിട്ട് ഈ നമുക്കറിയാവുന്ന നമ്മുടെ കോണ്ടാക്ട്സ് ഉള്ള പരമാവധി ആളുകളെ കൊണ്ട് കൊടുക്കുക. ഇവന്റെ സിൽബന്ദികൾക്ക്, ഇവന്റെ പിണിയാളുകൾക്ക് വോട്ട് കൊടുക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കുക. കോൺഗ്രസ്സുകാർ എടുക്കുക തീരുമാനം. എടുക്കുക. അത് തന്നെയല്ലേ സാറേ, ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ രമേശും ഈ സാറ് പറഞ്ഞ പോലെ കിങ്ങിണിക്കുട്ടനും പിന്നെ ഈ വി ഡി സതീശനെല്ലാം അവരുടെ അനുഭാവികളും ഉണ്ടല്ലോ ഒരേ പിന്നെ ജില്ലയിലും. അവരെല്ലാം പറഞ്ഞ ഇവിടുത്തെ ദളിതന്റെ വോട്ടില്ലെങ്കിലും പട്ടികജാതിക്കാരുടെ വോട്ടില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ തിരുവനന്തപുരത്ത് പിന്നെ ഇവിടെ കൊണ്ടുപോയില്ലേ എന്നാ നിർത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു ദളിത് പെണ്ണില്ലേ രമ്യാരിയാസ്, അവിടെ ഇപ്പൊ അടിയായി. ഇതൊക്കെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിജയസാധ്യതയല്ല, ഒതുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇവന്മാര് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എങ്ങനെങ്കിലും ജയിക്കാനുള്ള സാധ്യതയല്ല നോക്കുന്നത്, ഒതുക്കുക, മെറ്റോനിട്ട് പണി കൊടുക്കുക, മെറ്റോന്റെ ആൾക്കെട്ടൊരു പണി കൊടുക്കുക, അവർക്കെട്ട് പണിയുക, ഇവർക്കെട്ട് പണിയുക. ഇത് ഈ പണി നടത്തിയാണ് ഇവന്മാരുടെ പണി തീരാൻ പോകുന്നത്. അതാ സാറേ ഭയങ്കര സാധ്യത എന്തെങ്കിലും ബോധം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും ടഫസ്റ്റ് ടെറൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ BJPക്ക് 101% ഇപ്പം ഈ സാഹചര്യത്തിൽ അവർക്കൊരു പാലക്കാട് വിജയസാധ്യത ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റാവുന്ന രീതിയിൽ രമേഷ് പിഷാരടിയെ ഇട്ട് കൊടുത്തത് കണ്ടോ? പാലക്കാട് അതുപോലെ ഇപ്പം എൽദോസ് കുന്നപ്പള്ളിയെ അവന്മാർ അവിടെ ഒഴിവാക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള യാക്കോബായ സഭാംഗങ്ങളുടെ വോട്ട് മുഴുവൻ ഇത്തവണ ആർക്ക് പോവും? 2020 സാബുവിന്റെ ആളുകൾക്ക് പോവും. സാബു യാക്കോക്കാരനാ. സ്വാഭാവികമായിട്ടും സാബുവിനോട് താല്പര്യം തോന്നി സാബുവിന് 2020 സ്ഥാനാർത്ഥികൾക്ക് പോവും. അങ്ങനെ വന്നാൽ 2020 സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും. അങ്ങനെ വന്നാൽ NDAക്ക് ഒരു സീറ്റ് കൂടെ കിട്ടും. അന്നേരം ഇത് കൃത്യമായിട്ടും പണം മേടിച്ചോണ്ട് ചെയ്ത നാറിയ പണിയാണെന്ന് ഇത് മനസ്സിലാക്കണം. അതുപോലെ റാന്നിയിലും 2020 കൊടുത്തിരുന്നത്. അന്നേരം അതിന്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് പരമാവധി ഇവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള പണികളാണ് ഇവന്മാർ ഇണക്കിക്കൊണ്ടിരിക്കുന്നത്. റെങ്കുവിന് സീറ്റ് കൊടുക്കത്തില്ലെന്ന് ആർക്കാ? റെങ്കു ചെറിയാൻ. അതുപോലെ കഴിവുള്ള എത്രയോ പേരെ ഇവന്മാർ ഒതുക്കി. അതാ പറഞ്ഞത് ഭയങ്കര. ഇപ്പൊ കണ്ടോ, PC ജോർജിനെതിരെ കൊണ്ട് ഒരു അപ്പാവി ചെക്കനെ ഇട്ട് കൊടുക്കാൻ പോവാ. അയാൾ പാട്ടം പാടി ജയിക്കത്തില്ലേ? അയാൾ ജയിക്കുമ്പോ എന്താ NDAക്ക് അടുത്ത സീറ്റായി. അങ്ങനെ NDAക്ക് പരമാവധി സീറ്റുകൾ ഒപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കോൺഗ്രസ് ഈ പണി ചെയ്യുന്നത്.
ഇവന്മാരെന്നാൽ ഇത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവന്മാരുടെ അവസാന അറ്റംപ്റ്റ് ആണ്. 10 കൊല്ലം ചൊറിയും കുത്തിയിരിക്കുകയാണ്. ഇനി ഇവന്മാർക്കൊരു അവസരമില്ല. ജീവൻ മരണ പോരാട്ടമാണെന്ന് മനസ്സിലാക്കി ഓരോ ഈ കേരളം പിടിച്ചെടുക്കുവാൻ ഇവരുടെ ആവനാഴിയിലുള്ള സകല മിടുക്കന്മാരെയും ഇറക്കി ഭരണം പിടിക്കുവാൻ മികച്ച ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി ഒരു മികച്ച ഭരണം കാഴ്ചവെച്ച് തുടർഭരണം ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടവന്മാർ ഇവന്മാർ ചെയ്യുന്ന പണി എന്താ? അത് തന്നെ സാറേ. ഇവന്മാര് സീറ്റ് കച്ചവടം നടത്തുന്നു. ഇവന്മാരും മറ്റേ ആളാം പ്രതി എവിടുന്നൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ BJPയുടെ കയ്യിൽ നിന്ന്, പിണറായി വിജയന്റെ കയ്യിൽ നിന്നും 1000 കോടി ലംസം മേടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തോൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ജനങ്ങൾ. ഇത് മനസ്സിലാക്കിയാണ് ജനങ്ങൾ ഞങ്ങൾ പറയുന്നത് ഓരോ മണ്ഡലത്തിലുമുള്ള 4000 കോൺഗ്രസ്സുകാരന്മാര് ഇവന്മാർക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചാൽ ഇവന്മാരുടെ ഈ നെറികെട്ടവന്മാരുടെ അഹങ്കാരം നമുക്ക് തീർക്കാം. അത് പോകും സാറേ. ഇപ്പൊ ഈ തവണ ഈ റാന്നിയിലെല്ലാം സർവേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ UDF പക്ഷെ ഈ തവണ കിട്ടത്തില്ല. ഈ 5 സീറ്റും പോകും. ഇത് അതുപോലെ കോന്നിയിൽ സാധ്യതയുണ്ടായിരുന്ന കോന്നി പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് തന്നെ വേണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അടൂർ പ്രകാശിനെ നിർത്തിയില്ലെങ്കിലും നമ്മളെ മാങ്കൂട്ടത്തിനാണെങ്കിലും അവിടെ നിർത്തിയാലും ജയിച്ചത്. ഈ പത്തനംതിട്ട ജില്ലയിൽ അവനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് തന്നെ നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ, അല്ലെ കേരളത്തിൽ എവിടെ കൊടുത്താലും ജയിക്കാൻ സാധ്യതയിരിക്കെ അവനെ ഒതുക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ലേ ഈ പണിയെല്ലാം ചെയ്തത്. ഞാൻ ഇന്നലെ വരെ ഓർത്ത് മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലയിലും കൊടുക്കും. പത്തനംതിട്ട ജില്ലയില് ഒരു അരിയ സീറ്റും 1 കേരള കോൺഗ്രസിനും കൊടുത്തിട്ട് ബാക്കി 3 സീറ്റുണ്ട്. ഈ 3 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് മാങ്കൂട്ടത്തിന് കൊടുത്താൽ മതി. മാങ്കൂട്ടം എല്ലാം കയറി വന്നു കഴിഞ്ഞാൽ എന്റെ സാറേ പാവപ്പെട്ടവർക്ക് ഒരു ഫലം കിട്ടും. ഇവന്മാർക്ക് അങ്ങനെയുള്ള കൊള്ളാവുന്നമാരെ ഒന്നും ഇവന്മാർക്ക് ആവശ്യമുണ്ടോ? ഇവന്മാരുടെ താർ താങ്ങി നിൽക്കുന്ന റാൻമൂളികളെ മാത്രം. കാരണം കൊള്ള ജയിലിൽ പോയാലും ആടി പടലം വെട്ടണമെന്ന് പറഞ്ഞാണ് ഇവന്മാർ വരാൻ പോകുന്നത്. 10 കൊല്ലം ഇല്ലാത്തതിന്റെ ആ കേട് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവന്മാർ വരുന്നത്. സാറ് കണക്ക് ഓടിക്കുക, ഒരു 59 സീറ്റിൽ കൂടുതലേ കോൺഗ്രസ്സുകാർക്ക് കിട്ടത്തില്ല. ഒരു 10 സീറ്റും കൂടെ കിട്ടും. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വന്നവരെല്ലാം 10 സീറ്റും കൂടെ കിട്ടും. എന്നാലും ഭരണം കിട്ടത്തില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.